വേണ്ട, ആ മാസ്ക് എടുത്ത് അണിയരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഏലിയൻസ് ആയി മാറിപ്പോകും. ഇംലി, ഇംലി, ചിണ്ടു, ചുൾബുൾ, വേഗം ആ മാസ്ക് എടുത്ത് മാറ്റ്. നീ ആരാടാ ചക്ക? നന്മയുടെ കൂട്ടുകാരനാണ്, തിന്മയുടെ എതിരെയാണ്. എന്റെ പേര് വീർ. ഹീസ് എ റോബോ ബോയ്. വെൽക്കം റോബോ ബോയ്. ഞങ്ങൾ ഈ ഭൂമിയെ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ബോഡി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരുടെ ബോഡി യൂസ് ചെയ്ത് ഇവിടം ഭരിക്കാൻ പോവുകയാണ്. നീ അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരെ വിട്ടേക്ക്. അവർ 4 വശത്തു നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് എന്റെ കൂട്ടുകാരെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. വീർ, അവർ ഏലിയൻസ് ആണ്. അവർ നിന്റെ കൂട്ടുകാരല്ല. നീ അവരെ അറ്റാക്ക് ചെയ്യും മോനെ. പറ്റില്ല പൂപ്പ, എനിക്ക് എന്റെ കൂട്ടുകാരെ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എന്റെ കൂട്ടുകാരെല്ലാം അവരുടെ കസ്റ്റഡിയിലാണ്. അവരത് വെച്ചാണ് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങോട്ട് നോക്ക്, റോബോ ബോയിയെ ആരാ ചേസ് ചെയ്യുന്നേ നോക്കിയേ. നിങ്ങളല്ലേ ന്യൂ ടീച്ചർ മിസ്റ്റർ ശർമ്മ? ഞാൻ സുശീലയാണ് സർ. എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, പൈലറ്റ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറേ, നിങ്ങൾ ലഞ്ചൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെന്നേ. എന്റെ ലഞ്ച് നിങ്ങൾ കഴിച്ചോളുന്നേ. അതെ അതെ, നമുക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കഴിക്കാം. എന്ത് പറയുന്നു? എല്ലാവരുടെ പാത്രത്തിൽ നിന്നും കുറച്ച് കുറച്ച് കഴിക്കാം. കൊള്ളാം, നല്ല രുചിയുണ്ട്, അടിപൊളി. ഇനി ഞാൻ ഈ സ്കൂളിൽ ഡ്യൂട്ടി ചെയ്യുന്നത് വരെ നിങ്ങളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് മാത്രമേ ലഞ്ച് കഴിക്കുള്ളൂ. പോരെ? നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്റെ കൈവശം ഒരുപാട് ഡിഗ്രീസ് ഉള്ളത് കൊണ്ട് ഞാൻ ധിക്കാരം പിടിച്ചവനല്ല. ഞാൻ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യും. വന്നിരിക്കുന്ന ടീച്ചർ ചിണ്ടു തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പക്ഷെ അത് അവനങ്ങ് സമ്മതിച്ചു തരുമൊന്നുമില്ല. കാരണം അവന്റെ മാജിക് ഉണ്ട്. അവൻ എന്ത് വേണേലും ചെയ്യും. നമുക്ക് അവന്റെ വഴിയിൽ തന്നെ ചെന്ന് മാജിക്കിലൂടെ തന്നെ അവനെ തോൽപ്പിക്കാം. ഞാൻ ഇപ്പൊ വരാം. അപ്പൂപ്പ, വേഗം പുറത്തേക്ക് വരൂ. എന്താ കാര്യം മോനെ? ചിണ്ടുവിനെ കൊണ്ട് ഞാൻ തോറ്റു. ആകെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ചിണ്ടു ഭയങ്കര പിടിവാശിക്കാരനാ. ഞാൻ അവനെ തടഞ്ഞു നിർത്തിയാലും അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല. ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട് അപ്പൂപ്പ. എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായമേ ആവശ്യം. എന്നാ പറഞ്ഞു, ഞാൻ റെഡിയാ മോനെ. ചിണ്ടുവാണെന്നറിയാം, നമുക്കൊരു പരീക്ഷണം നടത്താം. ഇപ്പൊ ചിണ്ടു പഴയതുപോലെ മാറുന്നത് നോക്കിക്കോ. ഞാൻ അദൃശ്യനായിരുന്നു കൊണ്ട് എല്ലാം കണ്ട് രസിക്കും. ഈ തമാശ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇംലി, നീ ചെന്ന് മറിഞ്ഞിരിക്കെ. കുറച്ചു സമയം കഴിഞ്ഞു വാ. അച്ഛനോ? ആരുടെ അച്ഛൻ? എവിടുത്തെ അച്ഛൻ? ഏതച്ഛൻ? എന്തച്ഛൻ? അയ്യോ,
അവിടുന്ന് രക്ഷപ്പെട്ടു പോ മോനെ, വേഗം രക്ഷപ്പെട്. ഇല്ല അപ്പൂപ്പ, എന്റെ കൂട്ടുകാരെ ഏലിയൻസിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ കിട്ടിയ ചാൻസ് ആണിത്. നീ ഒരു ധീരനാണ്. ഭൂമിയിൽ നിന്നെ പോലൊരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ ഈ ഭൂമിയെ അപഹരിക്കാൻ ആർക്കും സാധിക്കില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നു, വേറെ എവിടെയെങ്കിലും ചെന്ന് ഭരിക്കാൻ പോകുന്നു. ഓ അല്ല, ഞാനിവിടെ എന്തെടുക്കുക? റോബോബോയ്, എന്താ പറ്റിയത്? ആ ഓഡിഷൻ ചെയ്യാൻ വന്നവരൊക്കെ, പിന്നെ ആ മാസ്ക്, അവരൊക്കെ എവിടെ പോയി? ഞാൻ ഓർത്തിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആ മാസ്ക് അണിഞ്ഞു, പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഒരു ഓർമ്മയില്ലല്ലോ. കണ്ടോ, റോബോബോയ് വീണ്ടും നമ്മളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുക. ഏലിയൻസ് നിങ്ങളുടെ എല്ലാവരുടെയും ബോഡിയും അവരുടെ കൺട്രോൾ വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി റോബോബോയ് എന്തുമാത്രം ഫൈറ്റ് ചെയ്തെന്നറിയാമോ? വാ. വേഗം എന്തെങ്കിലും ചെയ്യാ, അവന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ നോക്കേ. ഇന്ന് നമുക്കൊരു കോമ്പറ്റീഷൻ നടത്താം. ലെറ്റ്സ് എൻജോയ് പിക്നിക്. എന്റെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്ക്. ഓക്കെ, ഞങ്ങൾ റെഡിയാ. ഹേ ഇംലി, എന്റെ കൂടെ ഡാൻസ് കളിക്ക്. ഞാൻ ഡാൻസ് കളിക്കാൻ പോവാ. അല്ല, ഇത് എന്ത് മാജിക്കാ ഇത്? ചിണ്ടു, ഇതെല്ലാത്തിനും നീ ഒരുത്തന കാരണം. ചിണ്ടു, എന്നെ പഴയതുപോലെ ഒന്ന് മാറ്റിത്താ. എന്നെ പഴയതുപോലെ ഡോങ്കിയാക്കി മാറ്റാ. ചിണ്ടു വേഗം വാ, നമുക്ക് മൂന്നാൾക്കും ഇവിടുന്ന് മായമായി മറിഞ്ഞു പോകണം. എന്നിട്ട് ടെന്റിന്റെ പുറകിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. വേഗം വേണം. അപ്പൊ അവരെല്ലാവരും ഹിമാലയത്തിൽ പെൻഗ്വിൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്കറിയാം റോബോബോയ് ആണ് വീർ. അവന്റെ ഫ്രണ്ട് ജിൻഡു മെജീഷ്യൻ ആണ്. വീറാണ് റോബോബോയ് ആണ് വീർ. പെൻഗ്വിൻസ് ഉണ്ട്. ചുൾബുൾ ചെന്നായാണ്. എല്ലാരും കേക്ക്, ഞാൻ പറയണ കേക്ക്. നീ പറഞ്ഞത് ശരിയാ മോനെ. ഇവിടെ പെൻഗ്വിൻസ് ഉണ്ട്. ഇവറ്റകൾ വളരെ ഫ്രണ്ട്ലി പെൻഗ്വിൻസ് ആണ്. നമ്മൾ ലക്കിയാണ്, അതുകൊണ്ടാണ് ഹിമാലയൻ പെൻഗ്വിൻസിനെ കാണാൻ പറ്റിയത്. താങ്ക് യു ജിൻഡു, താങ്ക് യു. സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക് സാർ. കം കിഡ്സ്, ലെറ്റ്സ് എൻജോയ് വിത്ത് ഹിമാലയൻ പെൻഗ്വിൻസ്. ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാരും ഹിമാലയൻ പെൻഗ്വിൻസിന്റെ പുറകെ പോവാ.